അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്നെ പോലെ തോന്നിയിട്ടുണ്ടാവും കേട്ടോ. മൊബൈലിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ടല്ലേ, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. മൊബൈലിൽ ചാനലുകൾ, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പുറം ലോകം അറിയാത്ത ഒരുപാട് ഇൻസിഡൻറ്റുകൾ നമ്മൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് വീഡിയോസ് കാണാൻ വേണ്ടി. ചില ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടാൽ നമ്മൾ ഇരുന്നു, അത് റിയാക്ഷൻ വീഡിയോ ആയിക്കോട്ടെ, റോസ്റ്റഡ് വീഡിയോ ആയിക്കോട്ടെ, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും, പ്രായമായ ആൾക്കാരും കുട്ടികളും എല്ലാവരും മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അഡിക്റ്റഡാണ് എല്ലാവരും. എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഡിക്റ്റഡാണ്. അപ്പം നമ്മളെ മൊബൈലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും കിട്ടും, എന്ത് വേണമെങ്കിലും. അതാണ് മൊബൈലിനൊക്കെ ഇത്ര ഒരു പോപ്പുലാരിറ്റി വന്നത്. അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചില ലൈവ് വീഡിയോകൾ ഈ മൊബൈലിൽ ഇങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്താ അപ്പം ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പച്ചയ്ക്ക് തെറി വിളിക്കുക. അപ്പോൾ ഇത് കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം കാണുന്നതല്ല. അപ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഒരു എന്താ പറയുക, അപ്പോൾ പറയും ഈ ലൈവിൽ വന്നിരുന്നിട്ടല്ലേ. ചോദിക്കട്ടെ, ഈ മൊബൈലിലൂടെ ഇങ്ങനെ കണ്ടു പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ മൊബൈലിലൂടെ എന്തൊരു പുതിയ സാധനം കണ്ടാലും അതെന്താണെന്നുള്ളത് നോക്കും. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പം അതിലൂടെ കാണുന്ന കാരണം ഇതിപ്പോൾ എല്ലാവരും ഇതേപോലെ കാണുമ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് 300 ലൈക്ക് അടിക്കും. എന്തിനാണ് ഈ ലൈക്ക് അടിക്കേണ്ടത്? ഈ തെറി വിളിക്കുന്നതിനോ അവരങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞ്. ഒന്നാമത് അവരെ ഡ്രസ്സിങ്ങൊക്കെ എന്താ പറയുക, ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരിയ്ക്കുമ്പം ഇത് കാണുന്ന ആൾക്കാർ, ഇപ്പം ഞാനാണെങ്കിലും ഒരു മാന്യമായ ഡ്രസ്സില്ലാതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനിരുന്ന് വീഡിയോ ചെയ്യുമ്പം കാണുന്ന ആൾക്കാർ കമൻ്റ് അടിച്ചിട്ട്, ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് പറയാനുള്ള വോയിസ് ഇല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ 100 ആൾക്കാർ കണ്ടിട്ടാണല്ലോ ഇവർക്ക് ഈ വ്യൂ കിട്ടുന്നതും ക്യാഷ് കിട്ടുന്നതും ഒക്കെ. അപ്പം ഇങ്ങനെയല്ലാതെ നല്ല രീതിയിൽ എത്ര ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ ലൈവ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിന് റിപ്പോർട്ട് അടിക്കലും അങ്ങനെയൊന്നുമില്ലേ? പച്ചയ്ക്ക് എന്തൊക്കെ തെറികളാണ്. എന്നിട്ട് അതിൽ കുറേ ആൾക്കാർ താഴത്തെ കമൻസ് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, എന്ത് തെറി എന്നാണ് പറയുക. ഇതൊക്കെ കുട്ടികളും പ്രായമായ ആൾക്കാർ എത്ര നല്ല എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മീഡിയ അല്ലേ ഇത്. ഇങ്ങനെ ഇതിൽ വന്നിരുന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയിട്ടോ? വളരെ മോശമാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, കണ്ടപ്പോൾ വളരെ മോശം തോന്നി. പച്ചയ്ക്ക് തെറി വിളിക്കുക. അതും പെണ്ണുങ്ങളല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവനെ അങ്ങനെ പറഞ്ഞ അമ്മേൻ്റെ അച്ഛൻ്റെ എന്താ നമുക്കിതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ എല്ലാവരും